സഖ്യം 304 എത്തി. ഇന്ത്യ സഖ്യം നില മെച്ചപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ സീറ്റെണ്ണം ഒരു പക്ഷേ 248 സീറ്റുകളിലെ ലീഡുള്ളൂ. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ബിജെപിക്ക് കിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ എടുത്ത് പറയണം. ഉത്തർപ്രദേശിലൊക്കെ ആ തരത്തിലുള്ള തിരിച്ചടി ബിജെപിക്ക് ഉണ്ടായിരിക്കുന്നു. NDA 41 സീറ്റിൽ ചുരുങ്ങുന്ന കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നു, സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. തൃശൂരിൽ രാജീവ് ചന്ദ്രശേഖർ 1023 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നമുക്ക് തിരുവനന്തപുരത്തെ 3 സ്ഥാനാർത്ഥികളുടെയും വോട്ട് കണക്കൂടി ലഭ്യമാവുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ 47,000-ൽ പരം വോട്ടുകൾ പിടിക്കുമ്പോൾ തരൂർ 46,000-ൽ പരം, പന്ന്യൻ രവീന്ദ്രൻ 35,000, ഏകദേശം 10,000 വോട്ടിന്റെ പിന്നിലാണ്. വലിയ കുറവ് സംഭവിക്കുന്നില്ല. അപ്പോൾ ഇടത് വോട്ടുകൾ വലുതായിട്ട് രാജീവിന് പ്രധാനമാണ്. അതായത് കോൺഗ്രസിന്റെ ആശങ്ക ഏതായിരുന്നു, ഇത്തവണ ഇടതു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് അവരുടെ വോട്ടുകൾ പിടിച്ചോ, അങ്ങനെയെങ്കിൽ വിജയ സാധ്യതയെ ബാധിക്കുമോ? പക്ഷെ മറ്റു കാര്യം കൂടിയുണ്ട്, ഇടത് വോട്ടുകൾ UDF കിട്ടാവുന്നതാണ്. രാജീവ് ചന്ദ്രശേഖർ 1646 വോട്ടുകൾ. രാജീവ് ചന്ദ്രശേഖർ ലീഡ് നില 1500 കടന്നു. തിരുവനന്തപുരത്തും തൃശൂരിലും BJP ലീഡ് നേടുന്നു. തൃശൂരിൽ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. സുരേഷ് ഗോപി തൃശൂർ എടുത്ത മട്ടാണെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് നില ഉയർത്തുന്നു. കാസർഗോഡിലേക്ക് പോകാം. 10,100 പരം വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ. 11,100 വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജീവ് ചന്ദ്രശേഖർ 2000 വോട്ടുകൾക്ക് മുന്നിൽ. 2000 കടന്നു. രാജീവ് ചന്ദ്രശേഖർ 2000 വോട്ടുകൾക്ക് മുന്നിൽ. അങ്ങനെ തിരുവനന്തപുരത്ത് BJP മുന്നോട്ട് വരികയാണ്. തിരുവനന്തപുരം, തൃശൂർ 2 മണ്ഡലങ്ങളിലും BJP മുന്നോട്ട് വരുന്നു. അതിൽ തൃശൂർ സുരേഷ് ഗോപി ഏറെ മുന്നിൽ.